ഇന്നൊരു വലിയ നോമ്പുതുറയിലാണ്. ഒരുപാട് ഏകദേശം 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു നോമ്പുതുറ. അവിടുത്തെ ഐറ്റംസുകളാണ് മക്കളെ. അതൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാനുള്ള സാധനങ്ങളാട്ടോ. കുറച്ച് നേരെ ഒന്ന് സെറ്റായിട്ട് കഴിക്കാനുള്ള സാധനം ഇതാണ്. നോമ്പുതുറക്കുള്ള വിഭവങ്ങളൊക്കെ ഒരുങ്ങി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നോമ്പുതുറ നടത്തുന്നത് അൽഷബാബ് ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അവർ നമ്മുടെ താനൂര് ഓലപ്പിടിക ലാപ്പപ്പടി അവിടെ ആയിട്ട് അവർ തവിട്ട് പൊടി വെണ്ണൂറാക്കുന്നത്. അപ്പോൾ അതേ കണ്ടോളി, കുട്ടികൾക്കുള്ള മജ്ലിസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതേ അപ്പുറത്ത് ഓരോരുത്തർ എല്ലാവരും ഇരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ സംഭവം അതിൻ്റെതായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽഷബാബ് അവരുടെ പേര് കൊടുത്തിട്ട് കുപ്പിയുണ്ടാണ്. ജ്യൂസൊക്കെ എല്ലാം പറഞ്ഞാൽ ഞാനിതാ മോനുണ്ടായിരുന്നു. എന്തായാലും ഇതേ നമ്മളെ മുന്നിലും സാധനത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു സെറ്റാക്കി. ഇതേ നോക്കി ഒരുപാട് ആളുകളൊക്കെ ഇരുന്ന് തുടങ്ങിയിട്ടോ. പിന്നത്തെ കാരണങ്ങൾ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ടൊക്കെയുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്ന ഫുഡ് ഉണ്ടല്ലേ, നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു കാണാം. അവിടെ തന്നെ കാണാം ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു, പൊരിക്കടികളതാ ഓരോരുത്തർ മസിലാക്കി വെച്ചിട്ട് ഇതൊക്കെ കൊണ്ടുപോണ്. ഇതേ നോമ്പറന്ന് എല്ലാവരും നോമ്പറന്ന് ചോറ് പൊളിച്ചടിക്ക്. അങ്ങനെ ബിരിയാണി കുറേ ആൾക്കാർ പോക്കറ്റിലും കുറേ ആൾക്കാർ പാത്രത്തിലായിക്കൊണ്ട് ഇതേ. പിന്നെ ബട ഇത് ഇറക്കി ഇതേ ഈ ഒരു ഐറ്റംസ്. പിന്നെ നമ്മളെ താനൂരിൻ്റെ പ്രമുഖരൊക്കെ ഉണ്ടായിരുന്നു. ഇതേ കണ്ടോളി തവിട്ട് പൊടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം പൊളിയെന്നാണ് ഞാനാ പറഞ്ഞത്. പിന്നെതാ ഒരു കുറച്ച് കട്ടൻ ചായ അടിച്ച് അത് കൈ പൊള്ളേണ്ടി വന്നു. എന്താ ചെയ്യുക. പിന്നെതാ അവിടുന്ന് ഒരു ബൂസ്റ്റ് കുലുക്കിയും കുടിച്ചിങ്ങാണ്ടാണ് നേരെ പെരയ്ക്ക് പോയത്. അപ്പോൾ എന്താ ചെയ്യുക, തിരക്ക് വേറെ പറയാനില്ല. അപ്പോൾ തവിട് പൊടി വെണ്ണൂറ്. അപ്പോൾ ഇന്നലെ പൊളിച്ചടിക്ക് മക്കളെ.